ആലപ്പുഴ ചാരുമൂട് താമരക്കുളത്ത് കർഷകൻ ഷോക്കേറ്റ് മരിച്ചു എന്ന വാർത്ത വരുന്നു. താമരക്കുളം സ്വദേശി ശിവൻകുട്ടി കെ പിള്ളയാണ് മരിച്ചത്. പന്നിക്കിണിയിൽ നിന്ന് ഷോക്കേറ്റു എന്നാണ് സംശയം. കൃഷിയിടത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരാളുടെ സ്ഥലത്തെ കിണിയിൽ നിന്നാണ് ഷോക്കേറ്റതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ശരത് എസ് നമുക്കൊപ്പം. ശരത് എസ്, പന്നിക്കിണിയിൽ നിന്നാണോ ഷോക്കേറ്റത്? എന്താണ് നമുക്ക് അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത്? നിലവിൽ പന്നിക്കിണിയിൽ നിന്നാണ് ഷോക്കേറ്റ് എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ചാരുമൂട് താമരക്കുളത്തിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. കർഷകനായ ശിവൻകുട്ടി കെ പിള്ളയാണ്. 63 വയസ്സായിരുന്നു പ്രായം. ഇദ്ദേഹം തന്റെ കൃഷിയിടത്തിലേക്ക് പോകുന്ന വഴിക്ക് മറ്റൊരു പറമ്പുണ്ട്. ആ പറമ്പിൽ ഇത്തരത്തിലൊരു പന്നിക്കിണി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ആദ്യം ഈ ഷോക്കേറ്റ് നിലയിൽ ശിവൻകുട്ടിയെ കാണുന്നത്. തുടർന്ന് വിവരം പോലീസിൽ അറിയിക്കുകയും ഇതിനൊപ്പം തന്നെ ഇയാളെ ആശുപത്രിയിലേക്ക് സമീപത്തുള്ള നൂർനാട് KMC ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് ഇദ്ദേഹം മരണപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ ഈ പന്നിക്കിണിയിൽ വീണ് എന്നുള്ളതാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മേഖലയിൽ, അതായത് ചാരുമൂട് താമരക്കുളം മേഖല എന്ന് പറയുന്നത് കാട്ടുപന്നി ശല്യം രൂക്ഷമായ പ്രദേശങ്ങളിലൊന്നാണ്. ആലപ്പുഴയിൽ നമുക്ക് സാധാരണഗതിയിൽ ജില്ലയിൽ ഇത്തരത്തിൽ കാടില്ലാത്തതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ വനമേഖല കുറവായതുകൊണ്ട് തന്നെ പന്നിശല്യം കുറവാണ്. പക്ഷേ ഈ ചാരുമൂട് താമരക്കുളം മേഖല എന്ന് പറയുന്നത് ഇത്തരത്തിൽ പത്തനംതിട്ട, കൊല്ലം മേഖലയോട് കണക്റ്റഡുള്ള അത്തരം വനമേഖലയായിട്ടുള്ള ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലയാണ്. ഈ മേഖലയിൽ കാട്ടുപന്നികൾ ഇറങ്ങാറുണ്ട്. അതുകൊണ്ട് കൃഷിയിടത്തിൽ ഇത്തരത്തിൽ പന്നിക്ക് കെണി വെക്കാറുള്ളത് പതിവാണ്. അത്തരത്തിൽ വെച്ച കെണിയാണ്, കെണിയിൽ വീണാണ് ഇയാൾ മരിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും ബന്ധുക്കൾ ആരോപിക്കുന്നത്. എന്തായാലും അക്കാര്യത്തിൽ പോലീസിന്റെ ഒരു സ്ഥിരീകരണം കൂടി വരേണ്ടതുണ്ട്. ബന്ധുക്കളുടെ ആരോപണം മാത്രമാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് മുമ്പിലുള്ളത്. പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുമെന്നുള്ളതാണ്. ബന്ധുക്കളുടെ ആരോപണങ്ങൾക്ക് ഒപ്പം തന്നെ എന്താണ് ഇതിലെ വസ്തുത എന്നത് കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ശരത്ത്, കാര്യങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കൂ.